മലയാള സിനിമയിൽ ദുരനുഭവമുണ്ടായെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി നടി ചാർമിള. നിർമ്മാതാവ് മോഹനനും സുഹൃത്തുക്കളും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും ചാർമിള 24-നോട് പറഞ്ഞു. കഴിഞ്ഞ ഇന്നലെ നൈറ്റ് മുന്നോട്ട് മാമിനുണ്ടായ ദുരനുഭവങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു മാമിന്? അർജുനൻ ഫിലിം അഞ്ചു മക്കളും സിനിമയിലെ മറ്റേ എന്നോട് ബന്ധപ്പെട്ടത് മറ്റേ ഡയറക്ടറാണ്. ഡയറക്ടർ നല്ല ഡീസെന്റാ, എന്ത് പ്രശ്നമില്ല. നിങ്ങൾ ഷൂട്ടിംഗ് ഹാപ്പി ആയിട്ട് പോയി, അവിടുത്തെ താരങ്ങളോട് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഹാപ്പി ആയിട്ട് അഭിനയിച്ചു. പാക്കപ്പ് ദിവസമാണ് ആ പ്രൊഡ്യൂസറും ഫ്രണ്ട്സും എല്ലാം അടിച്ച് നമ്മളെ റേപ്പ് ചെയ്യാൻ നോക്കി. ഇതാണ് അത് സംഭവിച്ചത്. പ്രൊഡ്യൂസർ മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ. അർജുന ഫിലിം അഞ്ചു മക്കളും പ്രൊഡ്യൂസർ ആരെന്ന് വെച്ചാൽ ചോദിച്ചു അറിയാം. അവരെ വെച്ച് കഴിഞ്ഞാൽ അവരും അവരുടെ ടീം ഓഫ് ഫ്രണ്ട്സുമായിരുന്നു പ്രശ്നമുണ്ടാക്കിയത്. അപ്പൊ അതാണ് ആക്ച്വലി പ്രശ്നം ഉണ്ടായത്. അത് മാത്രമല്ല, മറ്റേ ഹരിഹരൻ സർ അവര് വീട്ടിലായിരുന്നു ഇവിടെ. പരിണയം എന്ന ഒരു മലയാള ചിത്രം, വിനീത് നായകനാണ്. അപ്പോ അതിനെ എന്നെ വീഴ്ച നായികയായിട്ട് നോക്കി. എന്നോട് നല്ല ഡീസന്റ് സംസാരം, കോഫി ഒക്കെ കൊടുത്തു, നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വിഷ്ണു ഏട്ടനെ വിളിച്ചവർ ചോദിച്ചതായിരുന്നു, ചാർമിള ഇങ്ങനെ വരുവോ, വന്നു കഴിഞ്ഞാൽ സിനിമ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതോട് കൂടിയിട്ട് സൈലന്റ് ആയിട്ട് നിന്നാൽ ഞാൻ ഈ പേര് പുറത്തെ പറയില്ലാതായിരുന്നു. പക്ഷെ വിഷ്ണു ഏട്ടനും ചാൻസ് പോയി ആ സിനിമയിൽ. അതുകൊണ്ടാണ് പുള്ളിയുടെ പേര് ഞാൻ പുറത്തെ പറഞ്ഞു, ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. കാലിക്കറ്റിന് വന്ന ആളുകൾ സിനിമയുമായി ബന്ധപ്പെട്ടാണോ അല്ല ഷോർട്ട് ഫിലിമോ? കാലിക്കറ്റിന് 3 പയ്യന്മാര് മറ്റേ ദുബായിൽ നിന്ന് വന്നിട്ട് സിനിമ പിടിക്കാന്ന് പറഞ്ഞ് പക്ഷേ സിനിമയെ പിടിച്ചില്ല. അവരെന്തോ സ്ക്രീൻ ഷൂട്ടിംഗ് പോലത്തെ എന്തോ 3 ദിവസങ്ങൾ എന്തോ ടെസ്റ്റ് ഷൂട്ട് പോലെ എടുത്തുകൊണ്ടിരുന്നു കാലിക്കറ്റില്. പിന്നെ എന്നോട് വന്ന് നിർബന്ധിച്ചു, ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാളോട് കടന്നാലേ പറ്റൂ. ഐ സെഡ് സോറി, ഐ എം ലീവിംഗ് ദ പ്ലേസ്. ഞാൻ വന്നു, ദാറ്റ്സ് ഓൾ. മലയാളം സിനിമയിൽ നിന്നാണോ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്? യെസ് യെസ് യെസ്, 100%. തമിഴിലെ വെച്ച് കഴിഞ്ഞാൽ തമിഴിലും ഉണ്ട്, തെലുങ്കിലും ഉണ്ട്, കന്നഡത്തിലും ഉണ്ട്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജിന് ശേഷം നമ്മുടെ പുറകെ വരില്ല. ഇഫ് യു ആർ യങ് ലൈക്ക് യു നോ അറൗണ്ട് 25-26 ഇയേഴ്സ് വരെ ദേ വിൽ കം ബിഹൈൻഡ് യു. വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ വിട്ടുപോകും. പിന്നെ കൊച്ചിലെ അമ്മേനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറകെ വരില്ല. പക്ഷെ കേരള വി ആർ സ്റ്റിൽ ചേസിങ് ഈവൻ ഓൾഡർ വുമൺ. അതാണ് പ്രശ്നം. ഇപ്പം മാം ഏതെങ്കിലും രീതിയിലൊരു എൻക്വയറി വന്നാൽ അതിനോട് ഇതെല്ലാം തുറന്നു പറയില്ലേ? ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബിക്കോസ് ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ഈ ഹേമ കമ്മിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് ഫോർ us. വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ്. മിഥില, ഈ താൻ സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയാണ് നേരിട്ടതെന്നാണ് ചാർമിള പറയുന്നത്? ഒപ്പം തന്നെ ഇതിപ്പോ വളരെ ലേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു നിയമ നടപടിക്കില്ല എന്നുകൂടിയാണല്ലോ അവർ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ക്രിസ്റ്റീന, അവർ പറഞ്ഞത് ഹേമ കമ്മിറ്റി ഇപ്പോഴാണല്ലോ ഉണ്ടായത്. നേരത്തെ ആയിരുന്നുവെങ്കിൽ പിന്നെയും ഈ ഒരു വിഷയം ടേക്കപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇനി എന്തായാലും ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന ഒരു മറു ചോദ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. മലയാള സിനിമയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തന്നെയാണ് നടി ചാർമിള ഇപ്പോൾ 24-നോട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. നിർമ്മാതാവ് മോഹനൻ, ഒപ്പം തന്നെ സംവിധായകൻ ഹരിഹരൻ, ഈ 2 പേരുടെ ഭാഗത്തുനിന്നുണ്ടായ ദുരനുഭവം. അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ പാട്ടിൻ്റെ സീൻ കഴിഞ്ഞു, അതിൻ്റെ ചിത്രീകരണം കഴിഞ്ഞു, പൊള്ളാച്ചിയിലായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ പ്രൊഡ്യൂസറുടെ മുറിയിലെത്തിയത്. ചാർമിളയുടെ 2 അസിസ്റ്റന്റുമാരും കൂടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പ്രൊഡ്യൂസർ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു മുറിയിലുണ്ടായിരുന്നത്. ഇവർ കയറി പിടിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. റിസപ്ഷനിലെത്തി റിസപ്ഷനിസ്റ്റിനോട് ഫോൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ഫോൺ നൽകിയില്ല. അവരും ഇത്തരത്തിൽ ഇവരോട് സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് ആ റിസപ്ഷനിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ചാർമിള പറയുന്നുണ്ട്. പിന്നീട് താൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടുകയായിരുന്നു. പുറത്ത് കുറേ ഓട്ടോ തൊഴിലാളികൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കണ്ടു. അവരെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരാണ് തനിക്ക് സഹായത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് താൻ തൻ്റെ അമ്മാവൻ വഴി ഇതൊരു പോലീസ് നടപടിയിലേക്കുള്ള കാര്യങ്ങളുമായി പോവുകയായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഈ പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ചാർമിള പറയുന്നത്. അതായത് പോലീസ് നടപടി, ഈ ഒരു സംഭവത്തിൽ അന്ന് പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും ചാർമിള വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, സംവിധായകൻ ഹരിഹരനെതിരെയാണ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പരിണയം എന്ന സിനിമയിൽ അഭിനയിക്കാൻ തന്നെ നായികയാക്കാമെന്ന് പറഞ്ഞു. നടൻ വിഷ്ണു വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, ചാർമിളയുടെ സുഹൃത്താണ് ഈ നടൻ വിഷ്ണു വഴിയാണ് താൻ ഇത്തരത്തിൽ വരുമോ എന്ന ഒരു ചോദ്യം ഹരിഹരൻ ചോദിച്ചത്. എന്നാൽ താൻ അതിന് വരില്ല, തനിക്ക് സമ്മതമല്ല എന്ന് അറിയിച്ചതോടുകൂടി ആ സിനിമയിൽ നിന്നും തന്നെ പൂർണ്ണമായും ഒഴിവാക്കി. തന്നെ മാത്രമല്ല വിഷ്ണുവിനെയും ആ സിനിമയിൽ നിന്നും ഒഴിവാക്കി. അത് തനിക്ക് വലിയ രീതിയിലുള്ള ഒരു വേദന ഉണ്ടാക്കിയ സംഭവമാണെന്ന് പറയുന്നു. 28ഓളം പ്രൊഡ്യൂസർമാർ, മലയാള സിനിമയിൽ നിന്ന് 28ഓളം പ്രൊഡ്യൂസർമാർ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു.
താൻ ഇത്തരത്തിൽ വഴങ്ങില്ല, അല്ലെങ്കിൽ തനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിനും താൻ തയ്യാറല്ല എന്ന് അറിയിച്ചതുകൂടി ഈ 28 സിനിമകളിലും തനിക്ക് അവസരം നഷ്ടമായി എന്നും ചാർമിള തുറന്നു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്നത്, മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മലയാളം സിനിമയിലാണ് ഇത്തരത്തിൽ, സിനിമാ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. മറ്റു സിനിമകളിൽ, അതായത് തമിഴ്, തെലുങ്ക് ഉൾപ്പെടെയുള്ള സിനിമകളിൽ പ്രായം നോക്കിയാണ് ഈ നടിമാരെ ഉപദ്രവിക്കുന്നത്. എന്നാൽ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള പ്രായം നോക്കുന്നില്ല. ചെറിയ പ്രായമോ വലിയ പ്രായമോ അല്ലെങ്കിൽ വയസ്സോ അതൊന്നും നോക്കാതെയാണ് പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ഒരു പ്രവണത മലയാള സിനിമയിൽ ഉണ്ട് എന്നും ഇവർ തുറന്നു പറയുന്നു. ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.